ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ജോസഫ് വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയിന് പിറന്നാൾ ആശംസകൾ നേർന്നത് ഞാൻ അല്ല, മറിച്ച് ഭാരതത്തിലെ അമേരിക്കൻ സ്ഥാനപതി, അതായത് അംബാസഡർ മിസ്റ്റർ സെർജിയോ ഗോർ ആണ്. കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ 22-നായിരുന്നു ശ്രീ ജോസഫ് വിജയിൻ്റെ ബർത്ത്ഡേ. മിസ്റ്റർ ഗോർ ജോസഫിനെ കണ്ടതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായ മറ്റൊരു കാര്യം സംഭവിച്ചത്. അത് ഗോറിൻ്റെ എക്സിലെ പോസ്റ്റാണ്. ജോസഫ് വിജയിന് പിറന്നാൾ ആശംസിക്കുന്നതോടൊപ്പം അയാൾ പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കും എന്നാണ്. തമിഴ്നാടിനെ ഒരു രാജ്യമായി കാണാൻ അമേരിക്കക്കാർ തുടങ്ങിയത് എന്നു മുതലാണ്? ഈ പോസ്റ്റ് കണ്ടിട്ടല്ലേ തുഗ്ലക്കിന്റെ ചീഫ് എഡിറ്ററായ ശ്രീ ഗുരുമൂർത്തി പ്രതികരിച്ചത്? രണ്ട് രാജ്യങ്ങൾ എന്ന സിദ്ധാന്തം പണ്ട് ഇന്ത്യയുടെ വിഭജന കാലത്ത് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച ആശയമാണ്. അന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് മൂത്ത ചേട്ടൻ അമേരിക്ക പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയെ ഇന്ത്യയുടെ വിഭജനത്തിന് ഉപയോഗിക്കാൻ കോപ്പ് കൂട്ടുകയാണോ? നാട്ടു നടപ്പനുസരിച്ച് വിദേശ രാജ്യങ്ങളിലെ അംബാസഡർമാർ സംസ്ഥാന നേതാക്കളെ കാണാറില്ല. അതിന് വിപരീതമായാണ് ശ്രീ ഗോർ ജോസഫ് വിജയനെ കണ്ടത്. ആസാമിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മയെ അദ്ദേഹം കണ്ടിരുന്നു. ഈ രണ്ട് വിസിറ്റുകളുടെയും ഒരു പ്രത്യേകത എന്തെന്നാൽ അല്പസ്വല്പം വിഘടനവാദന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് തമിഴ്നാടും ആസാമും. മിസ്റ്റർ സെർജിയോ ഗോർ വളരെ കഴിവുള്ള ഒരു അമേരിക്കൻ അംബാസഡറാണ്. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇക്കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇന്ത്യക്കും പുറത്തും നടന്ന ചില സംഭവങ്ങൾ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ 4 സംഭവങ്ങൾ പറയാം. അത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ ഗുട്ടൻസ് നിങ്ങൾക്ക് പിടികിട്ടും. ഒന്നാമത്തെ സംഭവം, സ്ഥലം കൽക്കട്ട. സംഭവം നടന്നത് കഴിഞ്ഞ മെയ് മാസം 22-ന്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്നത് മദർ തെരേസ സ്ഥാപിച്ച സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ ആസ്ഥാനം കൽക്കട്ടയാണ്. അവിടെ നിന്ന് 2 കന്യാസ്ത്രീകൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയെ കണ്ട് ചർച്ച നടത്തി. മമതയ്ക്ക് എന്തോ രഹസ്യം ഇവരെ അറിയിക്കാനുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മമത ഇപ്പോൾ ഭരണവും പാർട്ടിയും ഒക്കെ കയ്യിൽ നിന്ന് പോയി ആകെ വിഷമിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ. രണ്ടാമത്തെ സംഭവം നടക്കുന്നത് അതിൻ്റെ തൊട്ട് അടുത്ത ദിവസമാണ്, അതായത് മെയ് 23-ന്. അന്ന് ഇന്ത്യ സന്ദർശനത്തിനായി അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അതായത് അമേരിക്കയിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മിസ്റ്റർ മാർക്കോ റൂബിയോ കൽക്കട്ടയിലെത്തുന്നു. നേരെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം പോയത്. തലേ ദിവസം മമതാ ബാനർജിയെ കണ്ട് കന്യാസ്ത്രീകളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ഡൽഹിയിലേക്ക് മടങ്ങുന്നു. കൽക്കട്ടയിൽ പോയി കറങ്ങി വന്നതുകൊണ്ടായിരിക്കണം കേന്ദ്ര സർക്കാർ വലിയ സ്വീകരണവും നൽകിയില്ല. കേന്ദ്രമന്ത്രിമാരോ സഹമന്ത്രിമാരോ ആരും തന്നെ മാർക്കോ റൂബിയോ സ്വീകരിക്കാൻ ഡൽഹി എയർപോർട്ടിലേക്ക് പോയില്ല.